ഞങ്ങളിപ്പോൾ ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എത്തി 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ എന്തൊരു തിരക്കായിരുന്നു ഈ സ്ട്രീറ്റ്. രാവിലെ ആയപ്പോൾ നോക്കിയപ്പോൾ രാത്രി 3 മണി വരെ ഉണ്ട് കേട്ടോ ഈ സ്ട്രീറ്റ്. നമുക്ക് കറങ്ങി എത്ര നേരം വേണമെങ്കിലും നടക്കാം. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേ. നമ്മളെ ഇവിടെ ഗണ്ടി ഹൈലാൻഡ്സ് ഗണ്ടി ഹൈലാൻഡ്സിലാണ് നമ്മളുള്ളത്. അതായത് നമ്മുടെ ശരിക്കും ഒരു ഹൈ റേഞ്ച് പോലെയുള്ള സ്ഥലമാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കാടുണ്ട്, മേടുണ്ട്, നമ്മുടെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റോപ്പ് വേ ആണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോപ്പ് വേയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇവിടെയാണുള്ളത്. കാസിനോ, നമ്മൾ ജെയിംസ് ബോണ്ടിന്റെ സിനിമയിലൊക്കെ കണ്ട ചൂതാട്ട കേന്ദ്രങ്ങളില്ലേ, ചൂതാട്ടമായിരുന്നു 5 വെച്ച് 10 പിടിക്കുക. ഒന്നും അങ്ങോട്ട് കേട്ടാ നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ നമ്മളിതൊക്കെ കണ്ടിരിക്കേണ്ട ജീവിതത്തിൽ ഒരിക്കലേ. പക്ഷെ ഗ്യാസിന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇല്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും വേണമെങ്കിൽ സൂത്രത്തില്ല. എല്ലാത്തിനും ഞാൻ പഠിക്കുന്നു. കാരണം നമ്മുടെ ദീപ്തിയുടെ പ്രിയപ്പെട്ടവർക്കും ഇതൊന്ന് കാണണമെന്നില്ലേ. ഇനി ദീപ്തിയുടെ പ്രിയപ്പെട്ടവർക്ക് കാണാനുള്ള അവസരം ദീപ്തി ഉണ്ടാക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് വരുന്ന പോലെ ദീപ്തിയുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് വരണം എന്നാണ്. എല്ലാവർക്കും വരണം. അപ്പൊ ഇവിടെയാണ് കേബിൾ കാറിലുള്ള യാത്ര അതിമനോഹരമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പോകും. അത് ശരിക്കും പേടിയാവും. പക്ഷെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് അവിടെ പോയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ എവിടെയാണ്, കാസിനോ എവിടെയാണ്, വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കും എല്ലാം ആണ്. ഒരു 3-4 മണിക്കൂർ സമയം പോകുന്ന അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാറിൽ തന്നെ തിരിച്ച് എത്തും. ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ ഭയങ്കര കാശാണ്. എന്നാലും നമുക്ക് അതാ കൂടെ പുറകോട്ട് ഏതാണ് പിള്ളേരുടെ കണ്ണാടി മേടിച്ചിട്ട് അത് നല്ല. അപ്പൊ കുഞ്ഞാവെ മിണ്ടത്തില്ലാന്ന് ദീപ്തി പറഞ്ഞേക്കാല്ല. കുഞ്ഞാവ മിണ്ടി എന്റെ അഭിമാനം രക്ഷിക്കുന്നു ഞാനും പറയും. കുഞ്ഞാവ അങ്ങനത്തെ മിണ്ടലല്ല. നമ്മൾ വരുന്ന ബസ്സില് മൈക്കിലൂടെ കുഞ്ഞാവ ഏതായാലും പറയൂല. ഞാൻ പറഞ്ഞു പറയിക്കാൻ തന്നെ അമ്മ പറഞ്ഞു. അതന്നെ കുഞ്ഞാവ പറയും. കുഞ്ഞാവയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് അല്ലേ. ഉള്ളൂ. അതന്നെ കുഞ്ഞാവയുടെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് ശരിക്കും നോക്കുമ്പോ അല്ലേ. ഉണ്ടല്ലോ. ഉണ്ട് കുഞ്ഞാവേക്കും. അപ്പം ദീപ്തിയും ഹസ്ബൻഡും എന്താ പറയുക അവരുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഇന്ന് ബസ്സിൽ ഞങ്ങൾ വരുമ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഞാൻ അങ്ങനെ അധികം പേരുടെ ചാനലൊന്നും കാണില്ല. പക്ഷേ ദീപ്തിയുടെ ചാനൽ ആദ്യം മുതലേ കാണുന്നുണ്ട്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ദീപ്തി ചെയ്യുന്നത് ഉറപ്പായിട്ടും ദീപ്തി വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. നമുക്ക് ചെയ്യാമല്ലോ. ശരി, അപ്പൊ ഈ സ്ഥലത്തെ പറ്റി ഏതായാലും ഒരറിവ് എല്ലാവർക്കും കിട്ടിയല്ലോ. ബാക്കി ഇനി കാണിച്ചു കൊടുക്കും. അതെ, കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിൽ വേണം പോവാൻ. No, está bien. Ini grup lah, Bang. Ini grup. Ini ada 10 lah. 30 orang ada. നല്ല ഭാഷ. ഒരു ഫോട്ടോഗ്രാഫറോട് നല്ല ഫോട്ടോ എടുത്തു തരാന്ന്. ഇതേ 1.5 മണിക്കൂർ നിൽക്കണം. ആ നിൽക്കുന്ന ആൾക്കാർ കണ്ടില്ലേ, 1.5 മണിക്കൂർ നമുക്ക് ക്യൂ നിന്നാലാണ് കയറാൻ പറ്റും. അതിപ്പോ അല്ലല്ല, കാശ് കൂടുതൽ നല്ല ഇതൊരെണ്ണുണ്ടായിരുന്നു. നമ്മുടെ തോട്ടീന്ന് വീട്ടിലോട്ട് വരെ എളുപ്പമായിരുന്നു. നടക്കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഞങ്ങളിങ്ങനെയൊക്കെയാ. Just do your duty. തരുന്നവൻ ദൈവമാണ്. അത് നേരായി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ തരും. ആ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ പ്രാപ്തനാവുമ്പോഴാണ് എനിക്ക് എത്തിക്കുള്ളൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തനാവുമ്പോഴാണ് ദൈവം നിങ്ങളിലോട്ട് ആ കാര്യങ്ങൾ എത്തിക്കുള്ളൂ. അത് ഇവൻ ഒരു പെൺകുട്ടി ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട് പോലും പറയുന്നത്, അതൊരു പെൺകുട്ടിയെ ഒരു രക്ഷിതാക്കൾ നോക്കാനുള്ള കെൽപ്പായാൽ മാത്രമേ ആ കുട്ടിയെ തരുള്ളൂ എന്നാണ്. അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഇതല്ല. നമുക്ക് പോയി കഴിഞ്ഞാൽ അത്രയും സമയം വരുന്നത് ഒരുപാട് നടക്കാണ്. കടയില് അലിക്കുണ്ടാവും. അലിക്ക ബായി ഉണ്ടാവും ചിലപ്പോ. എത്ര ശരി ശരി. ഒരല വീണ പെറുക്കാൻ ആള്, ചൂടുവെള്ളം.
കാസിനോവ. മലയാളത്തിൽ പറയാലോ. ഇതാണ് കാസിനോവ. ഞങ്ങളപ്പോൾ ഉള്ളത് ഒരു തായ് റെസ്റ്റോറൻറ്റിലാണേ. സാത്തായ്. എൻ്റെ കയറൊക്കെയോ ഡയറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എനിക്ക് വെച്ചാൽ ഞാൻ ഇനിയും മേടിക്കും. എൻ്റെ കാര്യമാണ് തണുത്ത കപ്പലണ്ടി പരിചയമുള്ള സാധനം. നീ കഴിച്ചോ, എനിക്ക് കപ്പലാണ്ടി വേണ്ട. ഇത് കഴിക്കാൻ ചോപ്സ്റ്റിക് എന്തെങ്കിലും പരിപാടി. ഉണക്കക്കൊഞ്ച ഉണക്കമീൻ. ഉണക്കമീൻ ഇല്ലാത്ത പരിപാടിയില്ല ഇവിടെ. തായ് ഫുഡിലെ ഉണക്കമീൻ ഫുള്ളെല്ലാം. നമ്മൾ തായ് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചത്. എൻ്റെ കൂടെ ഒന്ന് മിന്നിച്ചേക്കണേ. ഇത് വൈറ്റ് കോഫി. ഇതെന്തോന്നാ? ഇത് ഹണി എന്തൊക്കെയോ ഒരു സാധനം പറഞ്ഞേ. ബില്ലുണ്ട്. ഗോൾഡൻ ലൈൻ പ്ലം. ഇതാണ് ഗോൾഡൻ ലൈൻ പ്ലം. ഊണുണ്ട് കോരി തിന്നാൻ. അതിനകത്തൊരു പ്ലം ഉണ്ട്. ആ പ്ലം കോരി തിന്നാനാണ്. എന്തിയാ പ്ലം? ഞാൻ കടിയിലൊക്കെ വടപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ലാത്തത്. ഇതോ എടാ, ഒരു ചായക്കടയിൽ പോയിട്ട് 2 സ്ട്രോങ് ചായ, നല്ലൊരു മധുരം കുറഞ്ഞ ചായ എന്നും പറഞ്ഞ് 2 ഉഴുന്നോടെ ഉണ്ടോ ചേച്ചി, പരിപ്പോടെ ഉണ്ടോ ചേച്ചി, ബോണ്ട ഉണ്ടോ ചേച്ചി, സുഖിയൻ ഉണ്ടോ ചേച്ചി ചോദിക്കുന്ന സുഖം കിട്ടുമോ? ഇതിൻ്റെ പേരെന്തുവാ? മീനാക്ഷിയോ? ഇതിൻ്റെ പേര് പറ. ഇതിൻ്റെ ഫുഡിൻ്റെ പേര് പറ. ഒരു ഹോട്ടലിൽ പോയി 2 പൊറോട്ട ശകലം ചാറു എന്ന് പറയുന്ന പോലെ നീ തന്നേ വായിക്കട്ടെ. നസിൽമാക് ബംഗ തലാങ്കു, അതാണ് അവൻ്റെ. എൻ്റെ ഫുഡ് വേണം. എന്ത് ഭംഗിയാ! ഇതെന്തൊക്കെയാ ഇത്? എന്താ മുട്ടയിടലി, മുട്ടച്ചോറ. രസമുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോൾ അവസ്ഥ അറിയില്ല. എന്തുവാ? പൊട്ടറ്റോ. മതി, എന്നാ ഞാൻ കഴിക്കട്ടെ. ചോപ്സ്റ്റിക്ക് വെച്ച് പിടിച്ചു കഴിയോ? ഞാൻ അറിയാത്ത പണി ചെയ്യുന്നു. ചോപ്സ്റ്റിക്ക് വെച്ചൊരു ഇത് ഏതോ സിനിമയെ കണ്ടത് ഓർക്കുക. എങ്ങനെയാണ് സംഭവം? ഇതിങ്ങനെ അങ്ങനെയല്ല. ഒരു വെള്ളം അങ്ങനെ ഇടയിൽ വെച്ചിട്ടാ. ഒരു വിരൽ ഇങ്ങനെ ഇടയിൽ വെക്കണം, അത്രേ എനിക്കറിയാം. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പോകും. അങ്ങനെ പാടില്ല. ശരിയാണല്ലോ. ചെയ്യേ ഇതിന് റൈസൊക്കെ. പക്ഷെ അടുത്ത കാലത്തൊന്നും ഇന്ന് തീരില്ലാന്നേ ഉള്ളൂ. അവിടെ സൈഡിൽ വെച്ചു. ഇത് വെച്ചോ. കഴിച്ച് പഠിച്ച്. ഉണക്കമീനല്ലേ? നീ ചോറും കൂടി വാരാൻ പഠിച്ചാണ്. പഠിക്കേ, ഓരോ ചോറായിട്ട് തിന്നാലോ. വലുതൊക്കെ പഠിച്ച്. കടല ചെറുനാരങ്ങ. അവിടെ വണ്ടി വലിക്കുന്നേ ഉള്ളൂ. ചോപ്സ്റ്റിക്ക് വേണ്ടേ?
കഴിക്കാൻ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മലേഷ്യക്ക് വരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്നെ വിളിച്ചാൽ മതി, ഞാനത് ഏർപ്പാടാക്കി തരാം. കാരണം ഒരിക്കലും ഇങ്ങനൊരു ഇന്ത്യക്ക് പുറത്തേക്കൊരു ട്രിപ്പ് ഞങ്ങൾ വിചാരിച്ചതല്ല, ഒരിക്കലും വിചാരിച്ചതല്ല. പെട്ടെന്ന് 1-2 ദിവസത്തിൽ പ്ലാനായിട്ട് വന്നതാണ്. ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചു, ഇന്ത്യക്ക് പുറത്തേക്കൊന്നും ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് ഒരു യാത്ര പോകണം എന്നൊരു പ്ലാൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നടക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യാത്ര പോകണമെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് നമ്മളൊരു യാത്ര ചെയ്യൂല. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ ഒരു യാത്രയെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത്. അപ്പം പ്ലാൻ ചെയ്യുക, അപ്പം പോരുക. അന്നേരം എന്താണോ, ചിലപ്പോൾ പണയം വെച്ചിട്ട് വരാനായിരിക്കും തോന്നുന്നത്, ചിലപ്പോൾ പലിശയ്ക്ക് എടുത്തിട്ട് വരാനായിരിക്കും തോന്നുന്നത്. ഒന്നും ആലോചിക്കരുത്, അപ്പോഴൊരു പ്ലാൻ ചെയ്യുക, ഇറങ്ങുക. പിന്നത്തെ കാര്യം പിന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ട്രിപ്പ് പോകും കേട്ടോ. എന്നും ആരുടെയിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് മനസ്സ് എത്ര റിലാക്സ് ആയതറിയോ. ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്ക് പോകണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ പാസ്പോർട്ട് ഇല്ലാത്തവരൊക്കെ ഒരു പാസ്പോർട്ട് എടുത്തു പോയി. ഞാൻ 2017 എടുത്ത ബാഗിൽ വെച്ച സാധനം ഇപ്പോഴാണ് തുറക്കേണ്ടി വന്നത്. അത് എമർജൻസിയിലെടുത്ത പാസ്പോർട്ടാണ്. അപ്പോൾ ആദ്യം ഒരു പാസ്പോർട്ട് എടുത്ത് വെച്ചു. എപ്പോഴാണ് എവിടെയാണ് പോകേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് കാര്യം നടന്നു. ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഇരുന്നേ. ഇപ്പോൾ കിടുവിന് വരെ പാസ്പോർട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അടുത്ത യാത്ര ഞാനും കുഞ്ഞാവൻ കിടുവും കൂടെ ആയിരിക്കും കേട്ടോ. അവനെ കാണിക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എൻ്റെ കൂടെ ആയിരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവർ മാത്രമല്ല, അച്ചാച്ചി അമ്മയ്ക്ക് പാസ്പോർട്ടില്ല, എടുപ്പിക്കാം. നിർമ്മലാമ്മയ്ക്കുണ്ടോ? അവർക്കാർക്കും ഇല്ലല്ലോ. നിർമ്മലാമ്മയും അച്ഛനെ എല്ലാവരും എടുപ്പിക്കാൻ പോവുക, ചാച്ചനെ ഒക്കെ എടുപ്പിക്കാൻ പോവുക. പൊളിക്കും ഞങ്ങൾ. പുറംരാജ്യം കാണാൻ താല്പര്യമുള്ളവർക്ക് മലേഷ്യ നല്ലൊരു ഓപ്ഷനാണ്. കാണാനുണ്ട് ഒരുപാട്. അത് തന്നെ, ഇപ്പോൾ ഒരു പുറംരാജ്യം കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് മലേഷ്യ നല്ലൊരു ഓപ്ഷനാണ്. ഒത്തിരി കാണാനുമുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുമുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചിലവ് കുറവാണ് നമുക്ക് എത്തിപ്പെടാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. അല്ലേ പിന്നെ ഞാൻ വരുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങളെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും അതേ ആൾ വഴി വരുവാന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്തോളൂ. കാസിനോയിലൊക്കെ ഞാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ സംഭവം എന്താണെന്നറിയാമോ, ഞാൻ ഒരു ചെറിയ ടീനേജ് പിള്ളേരൊക്കെ അല്ല ഇത്തിരി കൂടെ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് പൈസ കളയുന്ന കള. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ചൂതുകളി എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം. ഒന്ന് ഇവിടുത്തെ നോട്ടൊക്കെ വെച്ച് എന്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൈസ എറിയുന്നു. ആകെ മനസ്സിലായത് ചീട്ടുകളിയില്ലേ, അതുപോലൊരു കളി. പക്ഷെ ഇവർക്ക് കഴുത കളിക്കാൻ അറിയൂലല്ലോ. ഞാനൊക്കെ വല്ല കഴുത കളി എന്നെ പൊളിച്ചിട്ടുണ്ടായനെ, മലത്തി അടിച്ചിട്ടുണ്ടായനെ അല്ലേ. അതൊക്കെ ഒരു കാലം. നല്ല നാടൻ ചീട്ടങ്ങോട്ട് തഴടിച്ച് വെച്ചൊരു പായും അങ്ങോട്ട് വെച്ച് തറയിലോട്ടിരുന്ന് 2 കപ്പലണ്ടിയൊക്കെ കുറച്ച് കളിക്കുന്നതിനെ പറ്റി ഇവർക്ക് അറിഞ്ഞൂടല്ലോ. ഇവർക്ക് കോടികളുടെ കളികളെ അറിയൂ. എത്ര പൈസയാ പോകുന്നു. പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അവരെടുക്കുന്നു. അത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. എൻ്റെ മുരുക, ഇതാണ് ബാത്തു കേവിലോട്ടുള്ള വഴിയാണ്. സ്റ്റെപ്പുണ്ട്, പക്ഷെ ഞാൻ കയറുന്നില്ല. 300 സ്റ്റെപ്പ്. ഒന്ന് മഴയാണ്. ആ എന്ത് രസമുണ്ട്. അവർക്ക് പേടിയില്ല, ഇത്ര പേടിയുണ്ട്. എല്ലാരും പറപ്പിക്കുക. എന്റെ മമ്മി ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. എപ്പോഴും കാണുന്നത്. ചേച്ചിയുടെ ഫോട്ടോ എടുത്തോട്ടെ. അയ്യോ എത്ര അവന്മാര് ഓടി ദേ കേറുന്നുണ്ടോ? അതാണോ സ്റ്റെപ്പ്? നല്ല കളർഫുൾ സ്റ്റെപ്പ്. ആ കേറി പോകുന്നവനെ കണ്ടോ?
ആദ്യം ചെന്നാ സമ്മാനം തരാന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരൊക്കെ ഓടും. അതെ, വയ്യാത്തവരൊക്കെ കേറുന്നുണ്ട് കേട്ടാ. അമ്മച്ചി പറഞ്ഞു ആ പിള്ളേരുടെ എൻ്റെ പൊന്നു കുഞ്ഞ, ഞാൻ വൈകിട്ട് കാല് പിടിച്ചു തരൂലേ? പോണേ പോയിട്ട് വായോ. ഞാൻ കയറൂലേ? എനിക്ക് മുരുകനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എടേ ഹായ്, മലേഷ്യൻ മുല്ലപ്പൂ. മുല്ലപ്പൂ അല്ല, വേറെന്തോ പൂവാ. ഒരു മണമുണ്ട്, പക്ഷെ ഇത് മുല്ലപ്പൂ അല്ല. ഓ, എവിടെ പോയാലും എനിക്കൊന്നൊരു മുല്ലപ്പൂ കണ്ടാ പിന്നെ എൻ്റെ കൈ തരിക്കും. ഇവിടെ തമിഴ്നാട്ടുകാർ കൂടുതലല്ലേ, മുരുകൻ്റെ അമ്പലമല്ലേ, ഇരിക്കട്ട് കുറച്ച് മുല്ലപ്പൂ എന്ന് വിചാരിച്ചു. അന്നമ്മ ഒരു സംശയം ചോദിക്കട്ടെ, ഈ കുളിസീൻ പകർത്താലോ അല്ലേ? അന്നമ്മ പറഞ്ഞ കുളിസീനൊക്കെ പിടിച്ചിടാ. എന്തേണ്ട് കണ്ടോ, തെളിവാ. നോക്ക് കണ്ടോ, ഓരോ മനുഷ്യന്മാര് കിടന്ന് വെപ്രാളം കാണിക്കുന്നത് കണ്ടോ? ചൂടുവെള്ളത്തിൽ ചാടിയിട്ടാണോ? ഇത് നോക്ക്, ഈ മനുഷ്യനൊക്കെ കാണിക്കുന്നത്. ആ ചൂടുവെള്ളത്തിൽ ചാടിയതിന്റെ ആയിരിക്കും. അല്ലടാ, അത് അത്രയും നിവൃത്തികേടും കൊണ്ട് വന്ന് ഇവിടെ ചെയ്യുന്നവരാ. ഇത് അത്രയും റിസൾട്ട് ഉണ്ടെന്ന് ഇവിടെ ഉണ്ടോ? അന്നമ്മ ഇതിനെ പറ്റി രണ്ട് വാക്ക് പറയൂ. എന്താണിത്? അതായത് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് അതായത് പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഭൂമിയുടെ അടിയിൽ നിന്നും വളരെ ചൂടുള്ള ലാവ മുകളിലേക്ക് ഇങ്ങനെ വരികയാണ്. അത് 1-2 കുളങ്ങളിൽ രഹസ്യമായിട്ട് പറയണ്ട, ഉറക്കെ പറഞ്ഞു. എനിക്ക് അത്ര സൗണ്ട് ഉള്ളു. 1-2 കുളങ്ങളിൽ ഇത് കണ്ട സംഭരിച്ചു അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക, ആവി പൊങ്ങുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം ചികിത്സ ചെയ്താലും എന്തോരം കാശ് മുടക്കിയാലും മാറാത്ത അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്കിന്നിൻ്റെ അസുഖങ്ങൾ, പേശി പരമായിട്ടുള്ള അസുഖങ്ങൾ. അപ്പം അങ്ങനെയുള്ളത് നോക്കിക്കേ, ദീപ്തി കണ്ടോ മുകളിൽ എല്ലാം കോടീശ്വരന്മാരാണ്. കാശില്ലാത്തവരല്ല, കാശുള്ളവർ ഒരു ചികിത്സയും ചെയ്തിട്ട് രക്ഷയില്ലാത്ത അവർ രാവിലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നു, വണ്ടി ഇടുന്നു, കുളിക്കുന്നു, പോകുന്നു. നല്ല സുഖമായി കടന്നുറങ്ങുന്നു. ഓരോരോ ജീവിതങ്ങളെ അതാ പറയുന്നത്. അപ്പൊ അത്ഭുതമാണത്. കണ്ട ആൾക്കാരൊക്കെ കാല് കഴുകുന്ന അസുഖം മാറാൻ കുടുംബക്കാരെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒരു മത്സരമാണ്. ഇപ്പൊ തന്നെ കാലുവേദന മാറ്റുമെന്നും പറഞ്ഞ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മുഖം മുക്കാനോ? Put your face inside. Just clean all your face. Sure. Yeah, it's a sulfur water. സൾഫർ വാട്ടറാ. കുഞ്ഞാ ചൂടുണ്ടോ? മുഖത്തെ ഉള്ളിൽ പോയിങ്ങനാ. മുഖത്തെ ഉള്ളിൽ പോയിങ്ങ. അയ്യോ, ഇറ്റ്സ് ഹോട്ട്. Imagination. You imagine like that. It's not hot. It's not hot mean not hot. അത്ര ചൂടില്ല, കൈ വെക്കുന്നുള്ള കൈ വെക്കാൻ ചൂട്. നിങ്ങൾ മുഖത്തെ വെച്ച് പാരുங்க. ആണോ? ഒന്ന് വെച്ചേ. നിന്റെ മുഖം പൊള്ളുന്നു. ഇത് കണ്ട വെള്ളം വന്ന് നിറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നേ. ഇല്ല, അങ്ങല്ല. നേച്ചർ വാട്ടർ. முதல் தடவை பார்க்கறேன் இப்படி. ஜப்பானீஸ் வார் டைம்ல கண்டுபிடிச்சது. അല്ല, ഇത് തൊടുന്ന ചൂടില്ലെന്ന്, മുഖം മുക്കണമെന്നാ പറഞ്ഞേ. ചൂടില്ലെന്ന് ഉറപ്പാണോ? നീ കുളിക്കുന്ന പോലെയാണോ? അല്ല, മുഖം മുക്കുമ്പോ ചൂടില്ലെന്ന് ആള് പറഞ്ഞു തന്നു. എടാ, മുഖം ഇങ്ങനെ മുക്കണം, ജസ്റ്റ് കണ്ണു പോന്ന പോലെ. പക്ഷെ മുക്കി അവരങ്ങനെ പറഞ്ഞു തന്നാ. എടാ, ചൂട് തന്നെ. മുഖം ഒന്ന് മുക്കി നോക്ക്. മുഖം മുക്കാനാ പറഞ്ഞേ. നോക്കട്ടെ, ഇവര് മുക്കി. നിനക്ക് മുങ്ങാൻ അറിയോ? അല്ല, ഞാൻ നോക്കിട്ട് പറയാം, എന്നിട്ട് നീ മുക്കിയാ മതി. ഈ ഹെഡ്ഫോൺ കൂടെ വെച്ച് നോക്കട്ടെ. എന്റെ മേക്കപ്പ് കാരണം ഇനി ഇത് കളഞ്ഞു. തലയല്ലടാ, മുഖം. ഇതിപ്പോ എങ്ങനെയാണ് മുങ്ങുന്നത്? അതൊരു ഒരു മുട്ട സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് എനിക്ക് മുക്കാൻ പറ്റില്ല. പൊക്കം ഓടുന്ന ഞാൻ കാണിച്ചു തരാം. അല്ല, ഇത് പൊതുവെ നല്ല തിളച്ചവെള്ളത്തിൽ കുളിക്കുന്നവനാ. അവന് പറ്റും. ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കത്തേ ഇല്ല. അല്ല, നോക്ക് മുഖം മുക്കുന്നേ. സൾഫർ വാട്ടറാ മോനെ. നീ കയ്യിലെടുത്ത് വേണമെന്ന് കഴിയിക്കോ.
കൈക്ക് ചൂടുണ്ടോ? ചൂടുണ്ട്. ചൂടുണ്ട്. ഞാനൊക്കെ കുളിക്കുന്ന ഇവിടെ ഉള്ളൂ. അത് തന്നെ കുഞ്ഞാവ് നല്ല തിളച്ചുള്ളതല്ല കുളിക്കുന്നേ. ആക്കട്ടാനെ എന്ത് ചെയ്യുന്നതിനെ എന്നെ പോലെയാന്ന് തോന്നുട്ടാ. ഞങ്ങൾക്ക് ഞാൻ മൂക്കൊന്ന് മുക്കി നോക്കി. അപ്പൊ എനിക്ക് ഞാൻ പിടിക്കാം. നീ ആദ്യം പിടി. ആദ്യം പിടിക്കാൻ നല്ല പ്രശ്നമാണ്. ഇവിടെ ട്രെയിനിങ് നടക്കുക. ഇല്ല അവളിപ്പോ മുക്കും. ഇതെന്താ ഇത് സംഭവിച്ചേ? എന്താ ഇത്? ആര് മുങ്ങി? എല്ലാ അസുഖങ്ങളും മാറ്റുമെന്ന് പറഞ്ഞോണ്ട് ഒരാൾ ഇപ്പോൾ വേണ്ട. കയ്യിൽ ശകലം, കാലിൽ ശകലം. നീ മുക്കുന്ന മുഖം? അവള് പോകാൻ മുക്കുന്നുണ്ട്. ഇത് കണ്ട ഇവര് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തല്ലും. എന്തിനാണ് സ്വയം തല്ലുന്നേ? എന്തോ ഒരു പരിപാടിയായത്. വെള്ളം കോരി വെച്ച് കുളിക്കുകയാണ് ആൾക്കാർ. വീട്ടിൽ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? എല്ലാം മാറിയോ? കുറവുണ്ടല്ലേ? ചോദ്യമൊന്നും വേണ്ട, സ്വയം അനുഭവിച്ചിട്ട് പറയുക. ഇറങ്ങില്ല. അല്ല ഇറങ്ങാം. ആ ഓക്കെ, വെള്ളത്തിലിട്. ഇവരുടെ തിരക്കും തീരട്ടെ. ഇവരുടെ തിരക്കും തീരട്ടെ. അത് തീർന്നിട്ട് ഇവിടെ ഇറങ്ങലൊന്നും ഉണ്ടാവില്ല. അല്ല എന്തിനാ നാണക്കേടിന്റെ കാര്യമില്ലല്ലോ. സ്വന്തമായിട്ടൊരു കുളമുള്ള വ്യക്തി. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് വയ്യ. ഞാൻ മോൻ മുക്കൂല്ലോ. നീ മുക്കിയോ? നീ മുക്കിയോ? അയ്യടി. എന്നിട്ടാണ് അവള് പറഞ്ഞത് ചൂട് കുറയും. അതിന് ചൂടുണ്ടോ? ചേട്ടാ ചേട്ടാ അവിടെ ഒന്നും ആലോചിച്ചേ. മോൻ വീണോ നോക്കെ. അച്ഛനൊന്ന് വെച്ച് അവിടെ നിൽക്കും കുറച്ചേരം. പൊള്ളുവെന്നറിയാലോ. ഇറങ്ങി അങ്ങ് നിൽക്കും. നല്ല ചൂടാ. എന്ത് പറ്റി കാലൊക്കെ വലിച്ചേ? ഒന്നുമില്ല, ചേച്ചിക്ക് ഔവേ സ്ഥലമില്ലല്ലോ ഇതിനകത്ത് പറഞ്ഞ പോലെ. ഇതിന് ചൂടില്ല, വെച്ചാ മതിയെന്ന്. വൈകിട്ടത്തേക്ക് ചുട്ടെടുക്കുവാണോ ഞങ്ങള്? ദേ ഒരുത്തൻ. ഇവൻ എന്തിന്റെ കേടായിട്ടാണോ ഇതിനകത്തിട്ട് മോന്ത മുക്കുന്നത്? കുഞ്ഞായിരിപ്പോ എത്രാമത്തെ തവണയാ? തലയിലും മുഖത്തും ഒക്കെ പോകാം. ആ എന്നാ മുക്ക് തലയും കുത്തിക്ക് കുറച്ചേരം. ഒരു റൗണ്ട് നീന്തായിരുന്നു, മറ്റേ തണുപ്പായിരുന്നെങ്കിൽ. അങ്ങനെ കോരി അടിക്കുമ്പോ ചൂട് കൂടുതലാ. കോരി അടിക്കുമ്പോ ചൂടാ. എന്നിട്ടാ മുഖം മുക്കിയത്. എന്നിട്ടാ മുഖം മുക്കി. ആ ഫീൽ ചെയ്യുന്നു. മുഖം അല്ലാണ്ട് മുക്കി നോക്ക്. എന്തായാലും നനഞ്ഞല്ലോ. ആ മുങ്ങട്ടെ. എന്റെ അമ്മേ, ഇത് എന്തോ തിളച്ച വെള്ളമായത്. ചൂട് കുറവല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യം സംശയം എവൻ എന്തോ പ്രശ്നമാണെന്നായിരുന്നു. ഇപ്പൊ ഇങ്ങൾക്കും ഉണ്ട്. പട്ടല്ലേ? എന്തോ കുഴപ്പമുണ്ട്. അല്ലെ ഈ ചൂട് സമയത്ത് ഇങ്ങനൊക്കെ പറ്റുമോ? തല മുക്കാലും മുക്കുന്നു. ഈ പുകയൊന്നും നിങ്ങൾ കാണുന്നില്ലേ? എടാ നീ മുക്കിയടാ. നീ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വീട്ടിൽ പോയി കുളിച്ചോളാം. അതാ ഞാൻ പറഞ്ഞേ. ആ കണ്ണാടി എവിടെ പോയി പുറത്തിരുന്നേ? ചുട്ടെടുത്തെന്ന് തോന്നട്ടാ. അല്ലേ കണ്ണാടി പുറത്ത് വെച്ചോണ്ട് തലയും കുത്തി കിടക്കുവോ? ഇങ്ങനാ ബാഗിലെ റിങ്കറ്റ് ഞാൻ പിടിക്കണോ? ഇന്ന് ഏതാ ദിവസം? പറയുന്ന ഏതാ ദിവസം? കറക്റ്റാ കറക്റ്റാ. വെള്ളിയാ. അല്ല, നിങ്ങൾ 40 ആളെ കൊണ്ടടക്കുമ്പോ അവിടെ ചൂടുണ്ടല്ലോ. അത്രയില്ല.
അണ്ണാ എന്നുള്ളത് ബാ, ചൂട് വരില്ല. നമുക്ക് രണ്ടുപേർക്കൂടെ തല മുക്കാം. ബാ, തല വെക്കാനോ? മുഖം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ മൂക്ക് മുട്ടിയപ്പോ എനിക്ക് പറ്റാണ്ടായി. അതന്നെ മൂക്ക് മുട്ടിച്ചതേ ഉള്ളൂ. വൈഫ് പറയുന്നത് തലയ്ക്ക് കുറവാ അത് തന്നെ ചെയ്തോ. അല്ല ഈ കാല് വെച്ചിട്ട് എന്ത് ഇറങ്ങുകയാണോ? ശരിക്കും മുക്കുവോ? കണ്ണടച്ചിട്ട് മൂക്കിനേ ഉള്ളു വെളിവ് കുറവ്. മൂക്കിനേ ഉള്ളു വെളിവ് കുറവെന്ന്. മൂക്കേ മുങ്ങിയുള്ളൂ. അത്ര കൊല്ലായി ഞാൻ വരാൻ പറയും. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അല്ല നമ്മളോട് ഒരാൾ പറഞ്ഞതാ ഇവിടുത്തെ ആള്. പറയേ അതത്രേ ഉള്ളൂ. ഹസ്ബൻഡാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചത്. ഇവനാണ് ആദ്യം മുക്കിയ. ആദ്യത്തെ വട്ടിവന്. പിന്നെ അല്ല ഒരു തമിഴ് പുള്ളി മുഖം മുക്കിയപ്പോ എനിക്ക് അതിശയം. എന്റെ മോൻ ഇതിന് വീണു. ഈ സാധനത്തില് ഇവിടെ നിന്ന് കളിക്കായിരുന്നോ? ബാഗ് എടുക്കണോ? ബാഗ് കുത്തിയിട്ട് പുള്ളിയില്ലേ? ഹൈഫൈ വെള്ളത്തിലിറങ്ങുന്നോ? ഇച്ചിരി വെള്ളത്തിലിറങ്ങാം. എന്നെ പോലെയാ, വെള്ളം അലർജിയാ. ഇച്ചിരി വെള്ളം വേണോ? ഇത് മലേഷ്യയിലെ കൊതുക് കടിച്ചാണോ? കയ്യിൽ എന്താ പറ്റിയാ? എന്നെ പറ്റിയത്? ഷോ മുഖത്ത് വിഷമം നോക്കിയേ. അല്ല തന്നെ ചെയ്യുന്ന സ്വന്തം ഇഷ്ടപ്രകാരം പറ. ഞാനതാ ഇവിടെ തന്നെ നിക്കുന്നേ. കൂട്ടത്തിൽ നീന്തൽ അറിയാവുന്ന എനിക്കേ ഉള്ളൂ. ചൂടായാലും ഞാൻ ചാടും രക്ഷിക്കാൻ. ഒന്ന് കാണണല്ലോ. ഓ ഞാനൊക്കെ ഞാൻ ചാടും. നീ ചാടില്ലെന്നുള്ള ഉറപ്പില്ല ഞാൻ പറയുന്ന കേട്ടോ. നീ ചാടല്ലേ. ഇത് വല്ലാത്തൊരു മുക്കി. എത്ര തവണ മുക്കിയത്? അതെ. ഞാൻ മറ്റേ ഈ ജയൻ കുതിര തൂക്കുന്നവരെ തൂത്തരാം. നീ വെള്ളം ഒഴിക്ക്. എടാ പിടിച്ച് തള്ളണ്ട തന്നെ ചെയ്യൂടാ. വേണ്ട മുങ്ങി കിടക്കുന്നു. നീ ഒന്ന് പോയേ. കുഞ്ഞാ എണീറ്റോ? ചെവിയൊക്കെ എണീറ്റോ? മതി. രണ്ടുപേരും ജയിച്ച്. അയ്യോ ജീവനില്ലേ? അതോടുകൂടി സാരല്ലോ. ഞാൻ അത്ര ദൂരം കിടന്നില്ലടാ. ഞാൻ മൂക്കിന്റെ അറ്റം മാത്രമാണ്. മൂക്കില്ലും എനിക്ക് പേടിയാ. പൊള്ളുന്നില്ല നിങ്ങൾക്ക് രണ്ടിനും? നേരം വെളുക്കുമ്പോ അറിയാം പൊള്ളി നിൽക്കുവോ ഇല്ലയോന്ന്. അടുത്തത് എന്ത് പറ്റി പോനെ? ചൂടുണ്ടോടാ? എങ്ങനെ മുക്കുന്ന വേണമെന്ന് വെച്ചാൽ മുക്കും. പക്ഷെ എനിക്ക് ചൂടുവെള്ളം എനിക്ക് പറ്റത്തില്ല. അതാണ്. അങ്ങനെ നമ്മൾ ട്വിൻ ടവറിലെത്തിയിരിക്കുകയാണ്. അയ്യോ, ലോകാത്ഭുതങ്ങളിലൊന്ന്. ഞാൻ ഇന്ത്യൻ സമയത്തൊന്നും ഇനി എത്തിയിട്ടില്ല. അവിടൊക്കെ നേരം വെളുക്കുന്നതേ ഉള്ളൂ നാട്ടില്. ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുണ്ടോ? ഇപ്പൊ നിങ്ങളില്ല, ബിൽഡിങ് മാത്രമേ ഉള്ളൂ. കാണുന്നുണ്ടോ? ഇല്ല, അതെങ്ങനെയാ കാണുന്നത്? എടാ അത് റൗഫ് എടുത്തു തരും. അതാ നല്ലത്. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തു തരാം കേട്ടാ. കെട്ടിപ്പിടുത്തം പോരാ കേട്ടാ. ഇനി വേറെ എന്തൊക്കെയോ കാണിക്കണ പോലെ ഞാൻ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇല്ലടോ. ആഹാ അടിപൊളി. ഇതാണ്. ഞങ്ങളുണ്ട്, ബിൽഡിംഗ് ഇല്ല. ബിൽഡിംഗ് ഞങ്ങളില്ല, അവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും അടിച്ചോണ്ട് പോയവർക്ക് തിരക്ക് കേരളത്തിൽ വരാനാന്ന് തോന്നുന്നു. അതവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എത്താത്തോണ്ട് കൊള്ളാം. അവർക്കറിയാം, അവർക്ക് അനുഭവങ്ങൾ കുറച്ച്. നിന്റെ പുറത്തൊന്നുമില്ല, അവർ ചൊറിഞ്ഞതാ ഇങ്ങനെ. ഇപ്പൊ വേണം കാണിച്ച് കണ്ടാ.
ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങാണ്. അങ്ങനെ പടങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ട്വിൻ ടവർ നമ്മൾ അകത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലുള്ളതിനെ പോലെ അല്ലെ അതിനെ കാട്ടിലെന്ന് പറയാം, അതുപോലെ ചെക്കിങ്. സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ച് അവർ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. കൊള്ളാലോ. നല്ല വിശാലമായ ലിഫ്റ്റ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലേ. കണ്ടോ ലിഫ്റ്റിനകത്ത് രണ്ടാൾ ചോപ്പുണ്ട്, മൂന്നാൾക്കാരെ ചോപ്പ്. ബഹിരാകാശത്ത് കാണാൻ പോണെന്ന്. ഫുള്ള് പ്ലാനാ. Okay, here we are. Once again, very good morning, ladies and gentlemen, and welcome to this majestic tallest twin tower. How are you? Good breakfast this morning? Yeah. That's what I can see. A lot of smile on your face. Okay, thank you for coming to the team. How are you? As local, this event. Wow. അമ്മേ തല ഇറങ്ങുന്നേ. നമ്മളിപ്പോ 41ാമത്തെ നിലയില. ടൗണൊക്കെ നോക്കി. ഇപ്പൊ കൂട്ടത്തിൽ വലുത് നീയാടാ. ഈ പറഞ്ഞ പോലെ ആ അങ്ങനെയല്ലേ ഇവർക്ക് ഹായ് കല്യാണം. അതെ ചൈനീസ് കല്യാണം. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. ചൈനീസ് മാരേജ്. കൊള്ളാം. എനിക്കിത് കളിച്ചേ പറ്റൂ. അറിയാവുന്ന ചൂതാട്ടം നോക്കി കേട്ടില്ല, അത് അറിഞ്ഞുകൂടാ. അറിയാവുന്ന കളി കളിക്കാന്ന് അറിയത്തില്ലേ. പുറകോട്ട് നമുക്ക് പോയി പിടിച്ചാലോ. ഇതാണോ അന്നമ്മ പറഞ്ഞ ആനിമല്? ഞാൻ ജീവനുള്ളതെന്ന് വിചാരിച്ചത്. നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കയറാൻ. പിന്നെ ചാനൽ തുടങ്ങാൻ പോകുന്നു. ഓ അടിക്കൊക്കെ വെച്ച കാര്യമായിട്ടാ. അതെന്താ അങ്ങനെ വെച്ചല്ലേ ഇടണ്ടേ? ആ ഏറ്റവും ഹൈറ്റ് ഉള്ള എത്ര നമ്പർ? 38. ഇതേ എന്നിട്ട് ഇത് തുറക്കുക. ഞാനൊന്ന് നോക്കട്ടെ എന്താ നിന്നെ പറ്റി പറയുന്നത്. നീഡ് prayer for divine help. So എല്ലാം നല്ലതേ വരൂ. here is in upright manner. അത് നമുക്ക് മലേഷ്യയിലുള്ളൊരു ചൈനീസ് ടെമ്പിളാണ്. ഇവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കമ്പുകൾ എടുത്ത് നമ്മളിങ്ങനെ താഴേക്ക് ഇടണം. ഇടുമ്പം ഒരെണ്ണം ഇങ്ങനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊങ്ങി നിൽക്കും. അതിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ അനുസരിച്ച് ഈ ഡ്രോയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാ പറഞ്ഞേക്കുന്നത്, നിലവിലെ അവസ്ഥ. എല്ലാം എന്തെങ്കിലും ഒന്ന് നേരെ നിന്നാൽ മതിയായിരുന്നു. ഇല്ല ഞാൻ കമ്പും. 5 അടിപൊളി. 5 ഇവിടെ ഒരു ദിവസം വന്നിട്ട് ഇതുപോലെ നമ്മുടെ നമ്പറിൽ ഈ ഡ്രോയിങ്ങിന് വരയ്ക്കുമ്പോൾ ഇതിൽ പേപ്പർ ഉണ്ടാവും. അതിൽ എന്നെ പറ്റി എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് ഞാൻ കണ്ടില്ല. എന്താണോ എന്തോ എന്തോ സൂം ചെയ്ത് അല്ല ഇതിൽ ക്ലിക്ക് ചെയ്യും. കാണാം.
ക്ഷമ വേണോന്ന് എന്നോട്. എടുത്തിയാട്ടം പാടില്ല, അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന്. എൻ്റെ ഒന്ന് വായിച്ച്. ആ, എന്റെ കുഞ്ഞാവേന്റെ നോക്കട്ടെ. നീ ദൈവത്തെ വിളിച്ചില്ലെങ്കിലും രക്ഷപ്പെടുമെന്ന്, കാരണം നല്ല സുന്ദരിയ ഒരു ഭാര്യ കൂടെ ഉണ്ടെന്ന്. അതെ അതെ. എന്തോ ഭാര്യയെ പൊന്നുപോലെ നോക്കണം, ഇപ്പൊ നോക്കുന്ന പോലെ. അത് കള്ളത്തരം പറയുന്ന എല്ലാം എങ്ങനെയാണ് എല്ലാം കള്ളത്തരം പറയുന്നത്? ഭാര്യ ദൈവമായിട്ട് കാണണം. എവിടെ ഇല്ല, അതല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞാവയ്ക്ക് കിട്ടിയത്, ഇതാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ എടുത്തുചാട്ടത്തെ പറ്റി ഇവർ അറിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ, കൃത്യമായിട്ട് കിട്ടി. അത്യാഗ്രഹം പാടില്ല. ഇവിടെ പല പല സുന്ദരികളായ പെൺകുട്ടികളെ കാണും, അതിലേക്കൊന്നും നമ്മൾ നിന്നെ തലതിരിച്ച് നോക്കുന്നേ, അതിലേക്കൊന്നും ചിന്തിച്ച് അങ്ങോട്ടേക്ക് എടുത്തിയാട്ടത്തിൻ്റെ ആവശ്യമില്ല. കിട്ടിയത് സൂക്ഷിക്കുക. ഭാര്യ കണ്ട, ഭാര്യ ദൈവമായിട്ട് കാണാം, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാവേട്. എന്നോട് പിന്നെ കുഴപ്പമില്ലല്ലോ, ഞാൻ പെർഫെക്റ്റ് ആണല്ലോ. ഒന്നുമില്ലേ ഉണ്ടോ കൂട്ടത്തിൽ വലുത്? അത് ഫുള്ള് പൊക്കി എടുത്തിട്ട് വേണം ഇടാൻ. 55. ഇവൻ ഇവിടെ അങ്ങ് നിർത്തിയാലോ? ആളൊന്നൊക്കെ ഒരു റിങ്കറ്റ് വെച്ച് മേടിക്കാം. അത് മൊത്തം ഊരി എടുത്തോ? അത് കളിയാണോ? അതെ, നമുക്കറിയാവുന്ന കളിയില്ല, കളിക്കാൻ പറ്റുമോ? ഇതേ ഒരു കുട്ടി, ഇതൊക്കെ എൻഗേജ്മെന്റ് ഏട്ടാ, കല്യാണ ഡ്രസ്സുകാരുടെ റെഡ്. എന്ത് കുരങ്ങനാ? ഒരു കുരങ്ങനല്ല, 2 കുരങ്ങൻ. കുഞ്ഞാവിന്റെ കുരങ്ങനാട്ടാ, മൃഗം. ഇത് പിടിച്ച് ഞാനൊന്ന് എന്നെ, അതിന്റെ പട്ടിയായിരിക്കും, എനിക്കൊന്നും ആലോചിക്കാനില്ല. 91 അല്ലേ? അല്ല, പന്നിയായിരിക്കും ഇവിടെ നിന്റെ. അല്ല, എന്റെ മിക്കവാറും പന്നിയാവാൻ സാധ്യതയുണ്ട്, അല്ല കോഴി. അല്ലല്ല, ഇവിടെ ഒന്നുമല്ല. കുതിര കുതിര ആ, വെറുതെ അല്ല തുള്ളി കളിച്ച് കിടക്കുന്നത് കുതിര. അവൾക്ക് ചാട്ടം കൂടുതലായതുകൊണ്ടേ. അപ്പൊ നീ കുരങ്ങനായത് എന്തുകൊണ്ടാ? അതുകൂടെ പറ. അത് നിന്നെ കെട്ടിപ്പിളേ മനസ്സിലായില്ല. ജനന വർഷം വെച്ചിട്ട് നമുക്കൊക്കെ ഓരോ മൃഗങ്ങളുണ്ട്. നമ്മുടെ ഈ പറയത്തില്ലേ, എന്റെ മൃഗം ഇന്നതാണ്, നമ്മുടെ മൃഗം ഓർത്താ മതി, അത്ര ഓർത്താ മതി. എന്റെ ആഗ്രഹം സ്വന്തമായി ഒരു കുതിര വേണമെന്ന്. ഞാൻ എന്തെങ്കിലും നമുക്കൊരു കുതിര മേടിക്കാം. തമിഴ്നാട്ടിൽ കിട്ടും. എളുപ്പമായിരുന്നു, സോത്തോട്ടി പോകാനും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ കുതിരപ്പുറത്ത് വന്നു. ചെറുതിനെ മേടിക്കാം, അപ്പൊ പെട്ടെന്ന് ഇണങ്ങും. കിട്ടി. എത്ര വേണ്ടേ? 99 കോഴിയാന്നറിയാവോ കണ്ടിട്ട്? ഓ, ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. 2 കോഴിയായി. കോഴി കൊത്തില്ല, കടിച്ച്. പാമ്പ് കഴിച്ചു. ഓ, ഞാനൊരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിച്ചു, എന്റെ തെറ്റിപ്പോയി. ഓരോ വണ്ടികളും നോക്കി നോക്കി വണ്ടികൾ തുരുമ്പിച്ചു പോകുന്നതിൽ വിഷമിച്ച് വരിക. വണ്ടി കാണുമ്പോൾ മാത്രം വാതിറക്കും അല്ലേ? നമ്മളിപ്പോൾ പോകുന്നത് മലേഷ്യയിലെ സെൻട്രൽ മാർക്കറ്റിലും അത് കഴിഞ്ഞിട്ട് മലേഷ്യയിലെ ചൈനീസ് മാർക്കറ്റിലുമാണ് പോകുന്നത്. അപ്പോൾ ഈ ചൈനീസ് മാർക്കറ്റിൽ നിന്ന് ഇവർ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, ഒരുമാതിരി എല്ലാ ഫേമസ് കമ്പനികളുടെയും ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ ചെറിയ പൈസയ്ക്ക്
ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും ഇവിടെ. ഇപ്പം എല്ലാ സാധനങ്ങളും ഏത് കമ്പനിയുണ്ട് എല്ലാത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ കിട്ടും. ചെറിയ പൈസ, ചിലപ്പോൾ ഒറ്റ കഴുകിനൊക്കെ കാണുള്ളായിരിക്കും ടീഷർട്ടും കാര്യമൊക്കെ. ടീഷർട്ടിനും ചെരുപ്പിനും ഒക്കെ ഫേമസ് ആണ്. ഇത് പറയുമ്പോൾ എന്നോട് ചെല്ലുമ്പോൾ കണ്ണൂരമ്മ ചോദിക്കേണ്ടിയെന്ന്. നീ ഇത് കേട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് മാർക്കറ്റ് കണ്ടിട്ട് വരാം. ഇത് സെൻട്രൽ മാർക്കറ്റ്. ഇവിടെ ഇപ്പോൾ കയറാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് AC ഉണ്ട്. അതായത് ഇവിടുത്തെ കാലാവസ്ഥ വർഷം മുഴുവനും എല്ലാ ദിവസവും ഒരുപോലെയാണ്. അവർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഇപ്പോൾ ഈ 2-3 ദിവസത്തിലും മനസ്സിലായെന്ന് പറഞ്ഞാൽ രാവിലെ ചെറിയൊരു തണുപ്പ്, നമ്മളെ വേർക്കത്തൊന്നുമില്ല, ഒരു നല്ല ആശ്വാസമുള്ള ക്ലൈമറ്റ്. അത് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് നല്ല വെയിലായിരിക്കും. ഇതങ്ങോട്ട് കഴിയുമ്പോൾ ഒരു 4 മണി സമയമാകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്തിരിക്കും എല്ലാ ദിവസവും വർഷം മൊത്തം. ഈ കഴിഞ്ഞ 3 ദിവസം അതുപോലെ തന്നെ ഒരേ ക്ലൈമറ്റ്. പിന്നെ അപ്പം തന്നെ മഴ പെയ്ത് അതങ്ങ് തോരും, അത്രേ ഉള്ളൂ. ഇല്ല. പിന്നെ ഇതിൽ ഇവിടെ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ പോലീസുകാരും പോലീസ് സ്റ്റേഷനും ഒക്കെ വളരെ കുറവാണ്. നിയമം എല്ലാവരും പാലിച്ചോളും. ഇത്രയും ടൂറിസ്റ്റ് വന്നാൽ പോലും ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. എൻ്റെ സീതത്തോട് പോലെ തന്നെ എഴുതി വെച്ചതൊക്കെ വായിച്ചോണം. ഇവിടെ ചോക്ലേറ്റിന് ഫേമസ് ആട്ടോ. കരകൗശല വസ്തുക്കൾ വളരെ കൂടുതലുണ്ട്. അത് ഇതായതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് ആയതുണ്ടാവും. ഞാൻ ഉള്ള നഖം കടിച്ചു കളയുന്ന ഞാൻ. ഏത് നഖം വേണേലും ഒരു വെച്ച് തരുമെന്ന് തോന്നിട്ടാ. നോക്കട്ടെ, വില കുറഞ്ഞ 4 നഖം. എന്നോട് ചോദിക്കില്ല, നിന്നോടാ ചോദിക്കും. ഇത് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല വിലയുള്ള ചേച്ചി, നല്ല വിലയുള്ളത് കൊണ്ടാട്ടോ മേടിക്കാത്തത്. ആ ഇവിടെ ഉണ്ടല്ലേ, നമ്മളും എല്ലാം കാണുന്നേ ഉള്ളൂ. നിന്നോട് ചോദിക്കുള്ളൂ അമ്മു, എന്നോട് ചോദിക്കൂല. അതൊന്നും കുഴപ്പമില്ല, എന്നോട് ചോദിക്കില്ലെന്നല്ല, ഞാൻ നിന്റെ തലയിൽ വെക്കും. അതെന്താ ഒരിടുന്ന് ഇത് പിങ്ക് സ്റ്റേഷൻ. ഇതാന്ന് തോന്നി കൊറിയക്കാരി സിനിമാകളൊക്കെ ഇടുന്ന സാധനം. ഓയിസ്റ്റർ പോലെ കൊള്ളാലോ. അങ്ങനെ നമ്മൾ ചൈന ടൗണിലേക്ക് പോവുകയാണ്. മറ്റേതിൽ നിന്ന് ഇറങ്ങി ഒരേ കാര്യങ്ങൾ വീഡിയോ എടുത്ത് വേണ്ടല്ലോ. ഓടിക്കളിക്കുന്ന എന്താന്ന് കണ്ടാ നീ വീഡിയോ എടുത്ത് ഞാൻ കുറച്ച് നേരം എന്തു പറഞ്ഞ 40 റിങ്കിട്ട് ഞാൻ 1 രൂപ കുറച്ച് തരില്ല. അങ്ങനെ ആകാരം പാടില്ലല്ലോ. ഞാൻ ഒന്നും ചോദിച്ചു, എത്രയാണെന്നേ ചോദിച്ചുള്ളൂ. വില പേശി പഠിച്ച് പുള്ളി മടുത്തതാണ്. പിന്നെ സ്റ്റാർട്ട് പിടിക്കുന്ന വേണ്ട. പലാസ വഴി നോക്കി വെച്ചേട്ടാ. വഴിയൊക്കെ പറഞ്ഞു. ഡ്രൈവർ അടിയ ഡ്രൈവർ.
ഇന്നലെ ബോഡി മസാജ് കഴിഞ്ഞിട്ട് ഉറങ്ങിയ ആളാ. ഉച്ചയായി പിറ്റേന്ന് എണ്ണീക്കാൻ. അതെ, ഇപ്പൊ വൈറലാക്കി തരാന്ന്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. കരിഞ്ഞിരിക്കും. ഇതിന്റെ പേരെന്തോന്നാ പറഞ്ഞ? എന്തോ പുലാവ്, ഒരു പുലാവിന്റെ പേര് പോലെ പറഞ്ഞു. സാരമില്ല, അവർ വരുമ്പോൾ നമുക്ക് പേര് ചോദിക്കാം ഇതെന്താന്ന്. ബഷീർക്ക, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞേ. നമ്മൾ മലാക്ക ബീച്ച്. അല്ല, അതല്ലെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഏതാന്ന് അറിയത്തില്ല. എന്നോട് പേര് പറഞ്ഞോ? അത് തന്നെ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. താത്ത പറഞ്ഞു തരും, എനിക്കറിയാലോ. ഇതൊന്ന് പറഞ്ഞെടുത്തേ. ഇവിടെ വന്ന് മലേഷ്യയിലെ എല്ലാ കാര്യം അറിയാലോ. എന്തോ ഒരു പുലാവാ, അതാ ഞാനും പറഞ്ഞു, എന്തോ ഒരു പുലാവാ. ഈശ്വര, തേങ്ങ വല്ലതും വീഴും. ഞാനിപ്പൊ പറന്ന് പുറകിലേക്ക് വരും. ഞങ്ങൾ ഇതിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. കൊണ്ടോട്ടെ. പിന്നെ അതിനെ ഇറക്കുന്ന പോലെ എന്നെ ഒന്ന് ഇറക്കണം. അടുത്ത് ചാടിയോ? അതിനെ വെച്ചിട്ട് എന്നെ ഒന്ന് ഇറക്കാം. അതിനെ വെച്ചിട്ട് വാ. കാണുന്ന ധൈര്യം ഫോണ് പിടിച്ചാലും. എനിക്ക് അറബിക്കടലിലൊക്കെ നീന്തിയുള്ള ശീലമുണ്ട്. ജലനിരപ്പ് ഉയർന്ന കണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ട് ചാടണ്ടേ? ഇതാണ് നമ്മൾ വന്ന ദ്വീപ്. എനിക്ക് കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പോയി കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് മൊത്തത്തിൽ ചുറ്റില് വെള്ളമാണ്. ശകല ഏരിയ ഉള്ളു ഇവിടെ. ഇനി വല്ല കടലിൽ വേലിയേറ്റോ വേലിയിറക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് പോകത്തില്ല. നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം അത് മാറുന്നവരെ. അതെന്താ അങ്ങനെ ഒരു ഹോൺ അടി ചേട്ടാ? പൊക്കോ എന്നാണ്. ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, ശാന്തസുന്ദരമായ സ്ഥലം. ഇവിടെ എങ്ങാനും ജീവിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാണ്ട് ചീവിടൊക്കെ അലക്കുന്നേ. ഏതോ ഒരു കൗണ്ടർ. കുഞ്ഞാ അങ്ങ് ബോധിച്ചെന്ന് തോന്നുന്നു. അവളെ നിർത്തിക്കൂല്ലേ നീ? എടുത്തിട്ട് പുറകോട്ട് പോണം. അങ്ങനെ അപ്പൊ ഫുൾ സൈസിൽ കിട്ടും. ഹായ്, മണപ്പിച്ച് നല്ല പോവാ. നോക്കട്ടെ, ഫോണല്ലേ മണപ്പിക്കണ്ടേ? സൂപ്പർ. ചേട്ടന് റെസ്റ്റ് കിട്ടിയത് തന്നെ. ഇനി അടുത്ത് നിന്നോട് അടുത്ത് ചാടാൻ. കൊള്ളാം. അല്ല, പഠിക്കട്ടെ, ശീലിക്കട്ടെ, പഠിക്കട്ടെ. ട്രെയിനിങ്ങാ അല്ലേ? രണ്ടും പഠിക്കട്ടെ. ഹലോ, ആളും ബഹളമൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് പ്രശ്നമുള്ളൂ തോന്നുന്നു ഒരു ദിവസം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു.
കേരള ഫുഡ് കഴിച്ച് ഇനി ഈ ബൈക്കിൽ കറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഒന്നും ഓഫീസേഴ്സ് ആരുമില്ല, പക്ഷെ എല്ലാ വരുന്നവർ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. രാവിലെ അച്ചാച്ചിനെ കൊണ്ടുണ്ട് വീശാൻ പോവാ. ആ, അതായത് എൻ്റെ അച്ചാച്ചിയെ നീ മീൻ പിടിക്കാൻ പണി ഏൽപ്പിച്ചിട്ട് ഇതുപോലൊരു ഐലൻഡ് ജീവിക്കുമെന്ന്. എടാ ഒന്ന് പറഞ്ഞിട്ട് പോടാ, എന്തോ ചെയ്യണ്ടേ? ദാണ്ടവന്മാരെടുത്തിട്ട് പോന്നു, നമ്മളങ്ങ് എടുത്തിട്ട് പോയാൽ മതിയോ? കർത്താവേ എൻ്റെ ഭർത്താവ്. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. കേറാലോ അല്ലേ? അയ്യോ ഞങ്ങൾ പോയേക്കാം. മുന്നോട്ട് നോക്കി കാശിനൊക്കെ മണ്ടേ കൂടെ ഇടിച്ചു കൊടുത്തില്ല. എനിക്ക് വെയിറ്റ് ഇല്ലേ, അപ്പൊ വണ്ടി വലിയൂല. നമ്മുടെ കൂടെ ഉള്ളവരെ നോക്ക്. ഓഫ് റോഡ്, ഓഫ് റോഡ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. അതുകൊണ്ടൊന്ന് പോയിട്ട് വരട്ടെ, ആഗ്രഹമല്ലേ. ആണോ? ഇങ്ങനെ ഏറ്റവും പൊക്കത്ത് ഒത്ത നടുവിൽ ഈ ബിൽഡിംഗ് ഉണ്ട്, ഒത്ത നടുവിൽ ഈ ഐലൻഡിന്റെ. താമസക്കാരൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കുറേ നേരമായി കാട്ടിക്കൂടെ കറങ്ങുന്നു. അവർക്ക് വേറെ കുറെ പേരെ വഴിയിൽ കണ്ടു. ഇതിനപ്പുറത്തേക്ക് പോയാൽ പ്രശ്നമാണ്. വെടിവെച്ചിടുമെന്ന് സംഭവം കൊള്ളാം കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ല. ഒരു ഉൾക്കാട്, ലക്ഷദ്വീപൊക്കെ പോലെ തന്നെ. നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ ലക്ഷദ്വീപിലൊക്കെ, അതുപോലെയൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ വന്നവരുടെ ചാട്ടവും കുറച്ചിട്ട് നോക്ക്. ബഷീറൊക്കെ പിള്ളേരും കൂടെ കളിക്കുക. രണ്ട് യുവമിഥുനങ്ങൾ കൊഞ്ചുന്നുണ്ട്. അനമേ പ്രശസ്ത യൂട്യൂബർ ചോദിച്ച കേട്ടാ നിങ്ങൾ ഞെട്ടും. ആണുങ്ങൾക്കെതിരെ ഷർട്ടെന്ന്. ഞാനിടും. അന്നമ്മയല്ലേ എല്ലാം എടുത്തോളാൻ. ആയിരത്തി 1951 കെട്ടിടം കേട്ടോ ഇത്. ആ ശരി, 1931. ഒന്ന് സൂം ചെയ്തോട്ടെ, കാണുക. അതെ, എന്ത് പഴയ കെട്ടിടമാ. ഓ, ഈ വർഷത്തെ ടൂറിസം ഡേ ഹോസ്റ്റ് ചെയ്തേക്കുന്ന മല്ലാത്തയാ. ഈ ടൗണ് ഫുള്ള് കൊണ്ട് കാണിച്ചു തരും. ഇങ്ങനെയാണല്ലേ ഇതേല് കയറി നോക്ക്. 2 പേരെ ഇതൊക്കെ കുഞ്ഞാ, എനിക്കിത് കയറാൻ കൊതിയാവുന്നു കുഞ്ഞാ. മനസ്സിലായി. ആ സ്പൈഡർമാൻ. പറഞ്ഞില്ലേ, അച്ചാച്ചി പറഞ്ഞായിരുന്നു മലേഷ്യയുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെടിയോ മരവോ തൈ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുക.
നമുക്ക് കാണാനേ പറ്റൂ. അതുകൊണ്ടെന്നുള്ള കാരണം അവൻ പറഞ്ഞു തരും. അന്നമ്മ എല്ലായിടത്തും പോയിട്ട് സാമ്പിള് വെച്ച് വാങ്ങിക്കൂല. എല്ലാ സാമ്പിൾ അതിപ്പോ ഞങ്ങൾ 4 സാമ്പിൾ വാങ്ങിച്ചോണ്ട് കൊടുക്കുക. പെർഫ്യൂം അതിന് ജീവനുണ്ട്, ചിരിക്കുന്നു. തലയെ വളയ്ക്കുന്നോടാ. Hello, look over here. Look at our magic and acrobat show. ഇതിന് ജീവനുണ്ട്. Yeah. Tonight. How much? അത് തന്നെ മതി. അതെ പോലെ ആ വെള്ളം പോയി. ഓ Ubong arroz yang haruman. ഓക്കെ, നിങ്ങൾക്ക് ഏതാ വേണ്ട? ഒരു മിനിറ്റ്, ഏതാ വേണ്ട? നിങ്ങൾക്ക് ഏതാ വേണ്ട? ഏതാ വേണ്ട പറ. ഇത് എന്ത് മത്സരം? ഇതാണ് വേണ്ടത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് മത്സരം. ഓക്കെ, നമ്പർ എഴുതിയത് ഇട്ട് കഴിഞ്ഞാല് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ കോഴി. ഇത് രാജ. ഞാൻ കോഴിയല്ല. അപ്പൊ രാജ മതി. നീ പറഞ്ഞു രാജ. ഞാൻ ഇടുമ്പോ പറഞ്ഞു ഏതാ വേണ്ടെന്നുള്ളത്. എനിക്ക് നമ്പർ വന്നാൽ ഞാനിത്. ഞാൻ കോഴിയല്ല. ഓക്കെ, നമ്പർ വന്നു കഴിഞ്ഞാൽ എനിക്കിത്. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് കോഴിയാണ്. അല്ല, ആ ഞാൻ കോഴിയാണ്. അല്ലല്ല, ഓക്കെ വെരി ഓക്കെ. അപ്പൊ നമ്പർ വന്ന ഓൾക്ക് അല്ലേ? ആ നമ്പർ വന്ന ഓൾക്ക്. ഓക്കെ, നമ്പർ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഇതിന് അവള് നോക്കട്ടെ. ഓക്കെ, റെഡിയല്ലേ? തുറക്കട്ടെ. എങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, റെഡി. റെഡി. അല്ലല്ല, ഇത് ആദ്യം തിന്ന് തീരണം. അതാണ് മനസ്സിലാവും. തൊലി ചവച്ച് തുപ്പുവാണോ അതോ നമ്മൾ ഉച്ച കളയണോ? എന്താണ് പറ. എന്തുവേണം ചെയ്യാം. തൊലി മാത്രം. അല്ല, ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിച്ചെന്ന്. നിങ്ങൾ തിന്നതിന്റെ കോലം കണ്ടിട്ട്. ജനം ഈ നിൽക്കുന്ന ജനങ്ങൾ. റെഡിയല്ലേ? ഇത് കേടാന്ന് തോന്നുന്നു. ഇല്ലല്ല, കേടല്ല. കേടാണ് കഴിക്കണ്ടല്ലോ. എങ്ങനെ? അല്ല, മാങ്ങയിലെ പുഴു നല്ലതല്ലേ? അതാ നല്ലതാണ്. റെഡി, റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നടക്കട്ടെ. നല്ല ടേസ്റ്റ്. ഈശ്വരോ, ടോസിട്ട് കിട്ടിയതാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. അല്ല, ടിഷ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. ടിഷ്യൂ എടുക്കാൻ പറ്റില്ല. മേത്തോടെ അല്ലല്ല, അത് കുഴപ്പമില്ല. നീ തൊലി തിന്നുവാണോ? അങ്ങനെയുള്ളവരെ ജയിക്കും. അതുണ്ട്. അതാ പറഞ്ഞ ജനങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞ്. അല്ല, അതൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു തീറ്റൊക്കെ അടച്ചോലെ. അല്ലല്ല, അത് കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും തന്നോട്ടെ. അവസാനം ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ പറഞ്ഞപ്പോഴാ വേഗം നോക്ക്. ദീപ്തി. രണ്ട് കോലത്തിലാണ് പറയാ. അതായത് അങ്ങനെ കഴിക്കണം. അങ്ങനെയല്ല, തീറ്റയുടെ കാര്യത്തിൽ അന്നമ്മയെ തോപ്പിക്കാൻ ആരുണ്ട് മക്കളെ? ആര്? അല്ല, ഇത് തിന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി നിക്കണോട്ടാ. വാട് 5 മിനിറ്റ്. ഇല്ലല്ല, 5 മിനിറ്റ്. അന്നമ്മ, നമ്മുടെ സ്ത്രീ ശാസ്ത്രീകരണത്തെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതൊന്ന് പറയാം. അല്ലല്ല, അത് പറ അന്നു സാർ.
ഞാൻ നോക്കൂല എന്റെ സമന്വയ ആളുകൾക്ക് മോശമാണ്. ഡീസന്റ് ആയിട്ടൊന്നും തിന്നണ്ട ദീപ്തിച്ചി അത് തിന്നോളൂ. കുഞ്ഞാവ് ആരുടെ കൂടെയാന്ന് ഇപ്പൊ പറ. ടിഷ്യൂ കഴിച്ച് തുടക്കണ പയ്യെ തിന്നാ പനയും തിന്നാം. ഞാൻ അമ്മയാ ഇത് മുയല്. ആ മുയല് പോയോ? അല്ലല്ല, ഇത് 2-3 കാറ്റഗറി ഉണ്ട് കേട്ടോ. അല്ല ഫ്രൂട്ട്സിന്റെ ഷുഗർ കുഴപ്പമില്ല. ആർക്ക്? എന്റെ ഷുഗർ 400, അതുകൊണ്ട് കുഴപ്പമില്ല. മൂക്കും കൂടി വായ്ക്കൂടി തിന്നു അത് കഴിഞ്ഞ അന്നാമ ബാക്കിയായിരുന്നു കോറ്റാൻ തിന്നണോ? എന്താ ഇല്ലല്ല. എങ്ങനെ? തൊലിയിലൊന്നുമില്ല. പോകുന്നുണ്ട് തൊലി കഴിക്കാൻ പറ്റില്ല. തൊലി കഴിക്കാൻ പറ്റില്ല. ഞാൻ ജയിച്ചു. അങ്ങനെ ഞങ്ങൾ പറയും. തൊലി കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ. മാങ്ങാടി തിന്നണം. ഹലോ ഹലോ, ഞങ്ങ പറയും നിങ്ങളല്ല കഴിക്കുന്നതാണ്. വി ആർ ദ മോഡറേറ്റർ. ഒരു സാധനം കൂടെ ഒക്കെ ഉണ്ട്. ഇത് അമ്മയ്ക്കെന്ത് തരാ? ഞാൻ നിങ്ങൾ പറഞ്ഞാലെങ്കിൽ മുണ്ടാണ്ട് അവിടെ ഇരിക്കി, വായത്ത് ഇറങ്ങട്ടെ. വാളൊക്കാൻ പറ്റില്ല, വാളൊക്കാൻ പറ്റില്ല. മറ്റേ ഞാൻ ഇച്ചിരി മാറി കിട്ടട്ടെ അവിടുന്ന്. വെയിറ്റ്, വായത്ത് നോക്കട്ടെ. വായ കാണിക്ക്, വായ കാണിക്ക്, വായ കാണിച്ച്, വായ കാണിച്ച്. വായ കാണിക്ക്, വായ കാണിക്ക്. ഓക്കെ. പക്ഷെ അത് ആര് ജയിക്കണം? അല്ല ഇത് അല്ലല്ല, അങ്ങനല്ല. ജയിച്ചത് ആരാണെന്ന് ജനങ്ങൾ പറയണം. അതാണ് ജനങ്ങൾ പറയണം. എന്റെ ഉടുപ്പെല്ലാം പോയി. വെയിറ്റ് ചെയ്യും. വെയിറ്റ്. ബുദ്ധിയല്ലേ മനസ്സിലാവും. രണ്ട് സമ്മാനം വേണം. വൃത്തിക്ക് തിന്നതിന് ദീപ്തി. ഇല്ല. അത് സത്യം, അത് സത്യം. വലിച്ചു വാരി തിന്നൽ കാറ്റഗറിയിൽ 1 സാധനം അന്നം വെക്കും. എന്റെ കൊച്ചിനെ ബസ് കൊടുക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ ദീപ്തിയെ അന്നമ്മ ജയിപ്പിക്കുകയായിരുന്നു. എന്റെ പൊന്നു മണ്ടയാ, മാങ്ങാണ്ടിയല്ലേ ബാക്കി തിന്നു. അത് കോമ്പറ്റീഷനാ. നിങ്ങൾ കഴിഞ്ഞു തരണല്ലോ. കേടായി വരെ തിന്നുന്നു. ഞാൻ ജയിച്ചു. ഞാൻ സമ്മതിക്കില്ല. ജയിച്ചേ പക്ഷെ എന്റെ അല്ലേ കണ്ട അവിടെ ചോദിക്കാം. ദൂരെ നിന്ന് എന്റെ റിസൾട്ട് അടി കാണുന്നത്. ഞാൻ മൂക്കിനുള്ള 2 കിലോ. ആ ഒരു കാറ്റഗറി നമ്മള് ചെയ്യണ്ട. അപ്പോ കാക്കില മാങ്ങ അതല്ല. അതില്ല, അതിന്റെ അണ്ടി അങ്ങനെയാണെന്ന്. ആ അണ്ടി അങ്ങനെയാ. സമ്മതിക്ക്. ശരിക്കും ആമയും പോലുമായി. ഞാൻ മരിച്ചു. അതെ. അപ്പൊ എന്നാ 2 കെട്ടും ആ 2 അണ്ടിയും പിടിച്ചിട്ടൊന്നുണ്ട്. അയ്യോ അതല്ല, ഈ മാങ്ങാണ്ടി. എന്നിട്ട് ആരാണ് കഴിച്ചിട്ടുള്ളത് അവര് പറയട്ടെ, പ്രേക്ഷകര് പറയട്ടെ. പറയുന്നില്ല. അല്ലല്ല, പറ്റില്ല. പരിപാടി കഴിഞ്ഞാണ്. ഏതണ്ടിയാണ് ഒറിജിനൽ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം.
ഇതിലേ വണ്ടിയാണ് ഒറിജിനൽ എന്ന് നിങ്ങൾ കമന്റ് എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ട് 200 ഗ്രാം സാധനം അതേലുണ്ട് ഇതെന്താ കേൾക്കാത്ത പോയിന്റ് കേക്ക് അങ്ങനെ ഉയരറിയുമ്പോൾ ആമ പതുക്കെ 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 മത്സരിച്ച് അടുത്ത മാങ്ങയിട് തേങ്ങ കലാപരിപാടി അല്ല ഇങ്ങനെ ഒരു സംശയം നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അന്നമ്മേ ഇവരുടെ സംശയം തീർക്കാൻ നമുക്ക് ഓരോ മാങ്ങയും കൂടെ ഒന്നും കൂടി ആദിക്ക് പുതിക്ക് കളിക്കാതെ തൊലി വന്നപ്പോ പെട്ടുപോയതാ പാവം ഇറങ്ങൂല അതെനിക്കറിയാം അതല്ലേ ഞാൻ ആദ്യം ഇരുന്ന് വലിഞ്ഞേ മൊയില് തിന്നണില്ല നിനക്ക് ഇത്തിരി ആക്രാന്തം കൂടുന്നുണ്ട് കേട്ടോ ഈ സൈഡിലും കുറച്ച് പേരുണ്ട് അവർക്കും കൂടെ. അയ്യോ അതേണ്ട ഒരാൾ അവിടെ നിന്ന് നല്ല ചെറുതാടി ഇവിടെ ഉണ്ട് ഒരു കുട്ടി ഒരു കുഞ്ഞിനെ കണ്ട ഞാൻ കൊടുത്തു അയ്യോ ഇനി എന്താ ഉള്ളത് കലയാത്തത് അതെന്താ ആരുടെ കുതിര കേട്ടോ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലുണ്ടടാ മയിലും കുതിരയും കൂടെ മേടിച്ചാൽ മതി നമുക്കൊരു കുതിരയെ മേടിക്കണം അല്ലേ ഒരെണ്ണത്തിന് ഇവര് ഗീവവേ തന്നായിരുന്നു വീട്ടിൽ കൊണ്ടുവരുന്നത് ഇവിടുന്ന് ഒരു ചെടീൻ്റെ കമ്പ് പോലും തരും പനി പിടിച്ചു പനി ഇന്നലെ ഐലൻഡിൽ നിന്ന് വന്നിട്ട് കുറേ തണുത്ത വെള്ളം എടുത്താൽ കുടിച്ച് കഴിച്ചപ്പോഴത്തേക്ക് തൊണ്ട പോയി പിന്നെയും കുറേ അലച്ചിലല്ലേ അലച്ചിലെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല കറക്കും അത് തന്നെ അപ്പോൾ ഞങ്ങൾ ഇന്നാണ് റിട്ടേൺ പോകുന്നത് ഇത് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും കുറേ സ്ഥലങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ഉടനെ തന്നെ നമ്മൾ വീണ്ടും മലേഷ്യക്ക് വരുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം അല്ല വീട്ടിൽ ചെന്നിട്ട് കാണാം ടാറ്റാ എനിക്ക് ഇഷ്ടമല്ല പാമ്പിന് വേണ്ട അവന് പേടിയില്ല പാമ്പിന് പേടിയില്ലേ വേണ്ട പാമ്പിന് മലയാളം അറിയത്തില്ല അന്നമ്മ ഇന്നേ വരെ തൊട്ടിട്ടില്ല തല എങ്ങനെ എൻ്റെ അടുത്ത് വെച്ചേക്കുന്നേ ചിരിക്കണ്ട ദീപ്തി പാമ്പ് തന്നെ നോക്കി ഇതെന്നെ നോക്കി ചിരിക്കുന്നു എന്നെ ഒരു വല്ലാത്ത ഈ പാമ്പിന്റെ നോട്ടം ശരിയല്ല ശരിയല്ലേ അപ്പൊ മലേഷ്യ കുഞ്ഞാവ പാമ്പിന്റെ കാര്യത്തിൽ വളരെ എക്സ്പേർട്ടാണ് പേടിയാണെങ്കിൽ പോലും കുഞ്ഞാവയുടെ ബലത്തില് എനിക്ക് പേടിയല്ല എനിക്ക് പാമ്പിന് ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ലോ ഒരു കുഴപ്പമില്ല കണ്ടോ സ്നേഹമുള്ള ഒരു കരങ്ങളുണ്ടെങ്കിൽ പാമ്പ് പുല്ല് എന്ന് ദീപ്തി തെളിയിച്ചിരിക്കുന്നു അടുത്തതായി അന്നമ്മയുടെ കഴുത്തിലേക്ക് ഇടാൻ പോവുകയാണ് ഇതിവിടെ ഇരുന്നോട്ടെ ഇതിവിടെ തന്നെ ഇല്ല കുഴപ്പമില്ല എനങ്ങാണ്ട് കിട്ടുന്നത് കടിക്കുക എനങ്ങല്ല അല്ല കടിക്കില്ല ചെറിയ കുഴപ്പമില്ല കടിക്കാൻ മാറിക്കൂടെ ഇല്ല എനങ്ങിയാ മാത്രമേ പ്രശ്നമുള്ളൂ ഇല്ല മോള് ഇല്ലില്ല കഴിയണ്ട ഒരു തുടർന്ന് കഴിഞ്ഞ് വാഴുമ്പോൾ ഞാൻ ദേഷ്യം വരും ആരെങ്കിലും ഒന്ന് പറയുമോ എടുത്താ എന്നെ കൊണ്ടുപോകണം ഇതിപ്പോ പേടിപ്പിച്ച് വെച്ചേക്ക് നോക്കി അതിനെ കഷ്ടമുണ്ട്
അല്ല, ചോദ്യം ഉത്തരം അല്ല അന്നമ്മ തന്നെ. അച്ചാച്ചിയെ കൊണ്ടുവരില്ലേ? കൊണ്ടുവരാം. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരാളുടെ മുൻപിൽ മുഖത്ത് ടീച്ചർ മാത്രമേ വ്യക്തികൾ കുടുംബത്തെയും ടീച്ചറെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മുൻപിൽ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞാവ് മാത്രമാണ്. ഉറപ്പല്ലേ? കൊടുക്കാലോ. അവനെ കൊണ്ട് ഒരു സെന്റൻസ് സംസാരിപ്പിച്ചു. എപ്പോ? അതാണ്. ഇതെന്തുവാ ഇത്? പറയാൻ കൊള്ളുന്നതേ പറയാവേ. മൈക്ക് ചേർത്ത് പിടി. ആയിരുന്നു. ഇങ്ങോട്ടാ വരുന്നേ.